കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. ചെയ്യുന്ന കാര്യങ്ങളിൽ സർക്കാരിന് വ്യക്തതയുണ്ടെന്നും പ്രഥമ പരിഗണന രക്ഷാദൌത്യത്തിനെന്നും മന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കാണാതായ 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. വയനാട് ഉൾപ്പെടെ വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിൽ യെല്ലോ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളാടിയിൽ സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമായി കാണാം. കള്ളാടിയിലെ സാഹചര്യം പ്രതിപക്ഷ നേതാവ് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾ രക്ഷാദൌത്യത്തിലാണ്, മന്ത്രി വ്യക്തമാക്കി. NDRFന്റെയും എയർഫോഴ്സിന്റെയും 30 അംഗ സംഘം ഇന്ന് പുഴയിൽ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു. ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ തുർക്കി ജീവൻ രക്ഷാ സമിതി കൂടി തിരച്ചിലിനായി എത്തും. പുഴയിൽ 30 അംഗ NDRF സംഘം പരിശോധന നടത്തുന്നു. റോഡിലെ ഇരുവശവും കൂടിക്കിടക്കുന്ന മണ്ണ് ചൂരൽമലയിലേക്ക് കൊണ്ടുപോകും. മണ്ണ് മാറ്റാൻ ആകില്ലെന്നാണ് കൊങ്കൺ റെയിൽവേയുടെ നിലപാട്. വിദഗ്ധാഭിപ്രായം തേടും. അതിനുശേഷം മാത്രമായിരിക്കും സർക്കാർ തീരുമാനം. മണ്ണ് മാറ്റിയാൽ കൂടുതൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നും ഇല്ലെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഇക്കാര്യം ഉടൻ തീരുമാനമുണ്ടാകും. മണ്ണ് നീക്കം ചെയ്യാൻ ആകില്ലെന്ന് കൊങ്കൺ റെയിൽവേ സർക്കാരിനെ അറിയിച്ചിരുന്നു. വിദഗ്ധ സമിതിയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷ, മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിധിര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.